നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഗെയിം ഡിവിഷൻ ചാനൽ വഴി ഇന്ന് അഷ്ടമുടിക്കായൽ കൂടി അടിപൊളിയായി ഒരു യാത്ര ചെയ്യാനായിട്ട് ഒരു പാക്കേജിന്റെ കാര്യമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അഷ്ടമുടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, നിങ്ങൾക്കറിയാം. കൊല്ലത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് മൺട്രോത്തുരുത്തും അതുപോലെ തന്നെ പേഴുംതുരുത്തും എന്ന് വേണ്ട കാഴ്ചകൾ കാണാൻ കുരീപ്പുഴ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, പ്ലാവർ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചകൾ സാമ്പ്രാണിക്കൊടിയുടെയൊക്കെ മനോഹാരിതയൊക്കെ അനുഭവിച്ച കണ്ടൽക്കാടിനിടയിൽ കൂടി നല്ല സീ ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പിടിച്ച് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന സി അഷ്ടമുടി എന്ന് പറയുന്ന വിനോദസഞ്ചാര ബോട്ടിന്റെ കാഴ്ചകളെ പറ്റിയാണ്. യാത്രക്കാരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടാണ്. ഗ്രൂപ്പായിട്ടും അടിച്ചു പൊളിച്ചും ഒക്കെ പോയി വരാൻ പറ്റും. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും അതിന്റെ പ്രധാന കാര്യങ്ങളും അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ എങ്ങനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്രക്കാരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ജീവനക്കാർ പറയുന്നതുമൊക്കെ നമുക്കൊന്ന് കേൾക്കാം. സി അഷ്ടമുടി അടിപൊളി യാത്രയാണ്. കൊല്ലത്തിന്റെ മനോഹരമായ കായൽ കാഴ്ചകൾ കണ്ട് കായൽ വിഭവങ്ങളൊക്കെ കഴിച്ച് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം. പേര് ചറാശ്ശേരൻ പത്മകുമാറാണ്. ഞാൻ കൊല്ലം ബെസ്റ്റ് സീനിയർ സിറ്റിസൺ ഫോറത്തിലെ ഒരു മെമ്പറാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 40 പേരോളം ഒരു ഗ്രൂപ്പായിട്ട് ഒരു വിനോദയാത്രയ്ക്കായിട്ട് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഈ സി അഷ്ടമുടി എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ്. അന്നേരം ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷപ്രദമായ ഒരു യാത്രയായിരുന്നു. വിവിധ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷകരമായി നടത്താൻ കഴിഞ്ഞു. കൂടാതെ ഇതിന്റെ ക്രൂസ് എല്ലാ ആൾക്കാരും വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ടൊരു പ്രസ്ഥാനമാണെങ്കിൽ പോലും ഇതിലെ ജീവനക്കാർ കാണിച്ച ആത്മാർത്ഥതയും സ്നേഹവും സന്തോഷവും ഈ പ്രോഗ്രാം വൻ വിജയമാക്കാൻ സഹായിച്ചു. പേര് കുര്യൻ, ഞാൻ പുനലൂർ സ്വദേശി. അങ്ങനെ കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ച് ഇന്ന് ഈ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി വന്നതാണ്. വളരെ വളരെ നന്നായിട്ട് ഈ സ്റ്റാഫ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ കയറിയ സമയം മുതൽ തിരിച്ചു വരുന്നവരെയും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല. വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത കേരള ഗവൺമെന്റിന്റെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റും കേരള വാട്ടർ അതോറിറ്റി ഈ ടൂറിസം കോർപ്പറേഷന്റെ വകയായിട്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വകയായിട്ട് ഈ ഓർഗനൈസ് ചെയ്ത് ഈ യാത്ര വളരെ കെങ്കേമമായിരുന്നു. ഇതിനകത്ത് ഫുഡ് ഞങ്ങൾ 60 പേരുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പില്. മൊത്തം ഏകദേശം ഒരു 75-76 പേരോളം ഉണ്ടായിരുന്നു. രാവിലെ ഒരു 11:15 ഇവിടുന്ന് പോയി. 11:30 ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങി. 5 മണിയായപ്പോ വന്നു. സാമ്പ്രാണിക്കുടി അങ്ങനെ പല ദ്വീപുകളിലൊക്കെ കറങ്ങി. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. വളരെ അടിപൊളി. ഇതുപോലുള്ള പുതിയ യാത്രാ ബോട്ടുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഭാവിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ പേര് സാമുവൽ. ഞാൻ ബോട്ട് മാസ്റ്റർ എന്നാണ് എന്റെ തസ്തികയുടെ പേര്. ഈ സി അഷ്ടമുടി ബോട്ടിലാണ് എന്റെ ഡ്യൂട്ടി. ഈ ബോട്ട് സാധാരണ കഴിഞ്ഞ 2023 മാർച്ചിലാണ് 12-ാം തീയതിയാണ് ഈ ബോട്ട് ആദ്യമായിട്ട് ഉദ്ഘാടനം നടക്കുന്നത്. അന്ന് മുതൽ ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിലധികം ആകാൻ പോകുന്നു. വളരെ നല്ല കൊല്ലം ജില്ലയിൽ തന്നെ വളരെ ടൂറിസത്തിലെ ഏറ്റവും വളരെയധികം സർവീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണസഞ്ചാരികൾ വളരെ തൃപ്തികരമായിട്ടാണ് മടങ്ങി പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ 11:30 ഈ കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും വൈകിട്ട് 4:30 തിരിച്ച് കൊല്ലത്ത് തന്നെ എത്തുന്ന രീതിയിലാണ് ഒരു 5 മണിക്കൂർ ട്രിപ്പാണ്. അപ്പോൾ സാധാരണക്കാർക്കും താങ്ങാവുന്ന റേറ്റ് ആണ് നമുക്ക് ഇതിന് കൊള്ളിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ 400 രൂപയും മുകളിൽ 500 രൂപയാണ് ബോട്ടിന്റെ ടിക്കറ്റ് ചാർജ്. പിന്നെ ഇതിന് പുറമെ കുടുംബശ്രീയുടെ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മിനിമം 100 രൂപയേ ഉള്ളൂ. സാമ്പ്രാണിക്കൊടി ഐലൻഡ് സന്ദർശിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. സഞ്ചാരികൾക്ക് 150 രൂപ DTPC ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് അവർക്ക് പോകാനുള്ള ഒരു സംവിധാനം ഈ യാത്രയിൽ നടക്കുന്നതാണ്. സാർ, ഇത് ആക്സിഡന്റ് ആണ്. നമുക്ക് നിലവിൽ ബോട്ട് റണ്ണിങ് ടൈമിൽ നമ്മൾ ഇത് ഗിയർ മാറ്റി പിന്നെ ആക്സിഡന്റ് കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. റിവേഴ്സ് ആണ് ഇതിന്റെ ബ്രേക്ക്. അതാണ് ഇതിന്റെ സംവിധാനങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ജെൻസെറ്റ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിനകത്ത് വെള്ളം, ഫാൻ ഇതെല്ലാം സജ്ജീകരണം നടക്കുന്നത് ജെൻസെറ്റ് വഴിയാണ്. പിന്നെ നമുക്ക് GPS ഉണ്ട്. GPS നമ്മുടെ റൂട്ട് മാപ്പ്, നമ്മൾ പോകുന്ന റൂട്ട് മാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് എന്റെ സംവിധാനങ്ങളെല്ലാം. ഇതെല്ലാം മെഞ്ചുകളിലേക്ക് റൂമാണ്, ലൈറ്റാണ്. എല്ലാ സംവിധാനം ഷിപ്പിന്റെ മുകളിലുള്ള നിർമ്മാണമാണ്. ഒരുപാട് അറകളും ഒക്കെ ഉണ്ട്. അതേ സിസ്റ്റം തന്നെയാണ്. ഒരു കളിയിൽ വെള്ളം കയറി മറ്റൊരു കളിയിൽ വരത്തില്ല. ഒരു കാരണം പിന്നെ നമ്മൾ വളരെ സേഫ്റ്റി ആയിട്ട് നിർമ്മിച്ചൊരു ബോട്ടാണ്. 90 പേരെ കയറ്റുന്നുള്ളൂ. സീറ്റ് കപ്പാസിറ്റി 90 പേരാണ്. 90 പേരെ നമ്മൾ കയറ്റി പോകുന്നത്. മിക്കവാറും ദിവസം ഫുള്ളായിരിക്കും. അതല്ലെങ്കിൽ 70-80 ആള് എല്ലാ ദിവസവും ഉണ്ടാവും. വളരെ മികച്ച രീതിയിലാണ് ഈ സർവീസ്. സർവീസ് ഉണ്ട്. ഡയറക്ടറും GS ഒക്കെ
പൂർണ്ണ പിന്തുണ വന്നുകൊണ്ട് വീണ്ടും നമുക്ക് ബോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതൊരു അനുകൂലമായ നിലപാട് എടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചു. നമുക്ക് ഈ ബോട്ട് വരുമ്പോൾ കൂടുതൽ ജനകീയമായ ടൂറിസം മേഖലയിലേക്ക് പോകാൻ പറ്റും. അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാട്ട്, ഡാൻസ്, പിന്നെ അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ടാണ് നമ്മൾ പാടിക്കുന്നത്. നമ്മളും പാടും, എല്ലാം ചെയ്യാറുണ്ട്. എൻജോയ് അടിപൊളിയായിരുന്നു. അവരെല്ലാത്തിനും സഹകരിച്ചു. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ പറയുന്ന പോലെ എല്ലാം കേട്ടു. അതനുസരിച്ച് അവർ വളരെയേറെ ഹാപ്പി ആയിട്ടാണ്. ഗതാഗത വകുപ്പിന്റെ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ സേഫ് ആണ് കേട്ടോ. വളരെ നല്ല സെക്യൂരിറ്റി ആയിട്ടാണ് എല്ലാ സംവിധാനവും ഉണ്ട്. ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള ഓരോ സീറ്റിനും ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ. ഒരാൾക്ക് ഒരെണ്ണം വെച്ചുണ്ട്. ഒരാൾക്ക് ഒരെണ്ണം വെച്ച്. അപ്പൊ എത്ര പേരുണ്ട്? അത്രയും പേർക്ക് ലൈഫ് ജാക്കറ്റ്. 90 പേരാണ് സീറ്റിംഗ് കപ്പാസിറ്റി. ഞങ്ങൾ ലൈഫ് ജാക്കറ്റും എല്ലാം ഉപയോഗിച്ചാണ് പോകുന്നത്. അപ്പൊ വളരെ സേഫ് ആയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ടിന്റെ. അപ്പൊ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് നമ്പർ മൊത്തം തരും, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ഏറ്റവും മനോഹരമായ കൊല്ലം എന്ന് പറഞ്ഞാൽ കായലും കടലും അതുപോലെ കണ്ടൽക്കാടുകളും വനവും കൊണ്ട് സമ്പുഷ്ടമായ ഒരു സ്ഥലമാണ്. അപ്പൊ മനോഹരമായ ഒരു സ്ഥലത്ത് കൊല്ലത്തിന് ഇത്രയും നല്ല കാഴ്ചകൾ ഒരുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ നമ്മുടെ എല്ലാ സംവിധാനവും ഉള്ള ഒരു ഇതാണ് നമ്മള്. മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ടല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കോക്പിറ്റ് ഇല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന അതേ ഒരു മോഡൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. ഫ്ലൈറ്റിന്റെ സിറ്റുവേഷൻ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിന്റെ ഒരു യാത്രയായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ടിലാണ് യാത്ര. വളരെ എൻജോയ് ചെയ്യുന്ന ജീവനക്കാരൊക്കെ സഹകരിക്കുന്ന ഒരു യാത്രയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബുക്കിംഗ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നേരത്തെ പലരും വിളിച്ച് സി ട്രാൻസ്പോർട്ടിന്റെ ബുക്കിംഗ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, ഉദ്ഘാടനം തന്നെ നമ്മൾ കൊടുത്ത്. ഇന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മനോഹരമായ കൊല്ലത്തിന്റെ അഷ്ടമുടി, പെരുമണം, മൺട്രോത്തുരുത്തും, പേഴുംതുരുത്തും, അതുപോലെ തന്നെ സാമ്പ്രാണിക്കുടിയും, അങ്ങനെ കൊല്ലത്തിന് എത്ര കാഴ്ചകളാണ് അഷ്ടമുടി കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൊല്ലം ഒരു വലിയ മനോഹരമായ ദൃശ്യമാണ്. അതുപോലെ കായലും കടലും. കൊല്ലം ഒരു മനോഹരമായ കാഴ്ചയാണ്. കായലും കടലും വനവും ഒക്കെ ചേർന്ന ഇത്രയും പറയുന്ന നമ്മുടെ സമൃദ്ധമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ സി അഷ്ടമുടിയുടെ യാത്രാ കാഴ്ചകളിലേക്ക് എല്ലാവരും ഈ നമ്പർ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് യാത്രകള്, കുടുംബ സംഗമങ്ങള്, അതുപോലെ തന്നെ എല്ലാ പരിപാടിക്കും നിങ്ങൾക്ക് വന്ന് ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അഷ്ടമുടിയാണ്. താഴെ 60 സീറ്റും മുകളിൽ 30 സീറ്റുമാണ്. അപ്പോൾ 500-300 ഒരു ചാർജേ ഉള്ളൂ. വലിയ ഒരു യാത്രയാണ്. അപ്പോൾ നമുക്ക് ഇവർക്കുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് സി അഷ്ടമുടിയുടെ. ചേട്ടൻ ഇവിടുത്തെ എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. എന്റെ സ്ഥലം അഷ്ടമുടിയാണ്. ഉദ്ഘാടനം ചെയ്ത് തന്നിട്ടുണ്ട്. എന്റെ കാറ്ററിംഗ് ഞങ്ങളാണ്. തൃക്കരവ പഞ്ചായത്തിലുള്ള ലീല ഫുഡ്സ് എന്ന് പറയുന്നത്. ലീല ഫുഡ്സ് അതെ തൃക്കരവ പഞ്ചായത്തിന്റെ. കുക്കാണോ? അടിപൊളിയായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ സി അഷ്ടമുടി യാത്ര അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നല്ല സഹകരണം. എല്ലാവരും നല്ല സഹകരണം നമ്മളോട്. എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു കുടുംബസമേതവും നല്ല ട്രിപ്പാണ്. ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ നമ്മൾ എല്ലാ ഭക്ഷണം കൊടുക്കും. എന്തൊക്കെ ഭക്ഷണം കൊടുക്കും? എല്ലാം ഉണ്ട്. കരിമീനുണ്ട്, ചക്കയുണ്ട്, കൊഞ്ചുണ്ട്, നെത്തോലിയുണ്ട്, ചാളയുണ്ട്, അയിലയുണ്ട്, ചിക്കൻ ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്. അഷ്ടമുടിക്കായലിലെ തനത് വിഭവങ്ങളായ കല്ലുമ്മക്കായും കൂഴാവാലിയൊക്കെ ഉണ്ടോ? ഞണ്ടും കരിമീനും കണവയും കണമ്പും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ വന്ന യാത്രക്കാരൊക്കെ നമ്മൾ ഭയങ്കര സഹകരിച്ചു പോകാൻ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മള് ആദ്യത്തെ ട്രിപ്പ് നമ്മള് മൺട്രോത്തുരുത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു 45 മിനിറ്റോളം സ്പെൻഡ് ചെയ്യുന്നു. കണ്ടൽക്കാടിന്റെ ഇടയ്ക്ക് ഇവിടുത്തെ യാത്രക്കാരെ ചെറിയ വള്ളങ്ങളിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് സാമ്പ്രാണിക്കോടിയിൽ വരുന്നു. അവിടെ ഒരു 45 മിനിറ്റ് യാത്രക്കാർക്ക് കണ്ടൽക്കാടുകൾ സന്ദർശിക്കാനുള്ള അവസരം. രാവിലെ എന്തോ നമ്മൾ പ്രാതൽ കൊടുക്കുന്നത്? രാവിലെ നമുക്ക് ചായ, കോഫി, പഴംപൊരി, വട, ഉഴുന്ന് വട, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പിന്നെ സോഡ സർബത്ത് ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, മിക്സഡ് ഫ്രൂട്ട് ഉണ്ട്, ഗ്രീൻ. അല്ലല്ല, എല്ലാം പേ ചെയ്യണം. സെപ്പറേറ്റ്. ഊണിന് നമ്മൾ 100 രൂപയാണ് ആഡ് ചെയ്യുന്നത്. 100 രൂപയുടെ ഊണിന് ഫിഷ് കറി, അവിയൽ, തോരൻ, പച്ചടി, അച്ചാറ്, സാമ്പാർ, മോര്, ഇത്ര ഐറ്റങ്ങൾക്കാണ് 100 രൂപ. അഡീഷണൽ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. സ്പെഷ്യൽ ആയിട്ട് വരുന്ന യാത്രികർക്ക് ഭയങ്കര സംതൃപ്തി, സന്തോഷവും. കൊല്ലത്തിന്റെ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ സി അഷ്ടമുടി എന്ന പാക്കേജിന്റെ കാര്യം എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ യാത്രികർ പറഞ്ഞ അനുഭവങ്ങൾ, അതുപോലെ ജീവനക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി ഇനി ഇതുപോലെയുള്ള പാക്കേജുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇതുവരെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അഷ്ടമുടി കാഴ്ചകൾ കാണാൻ സി അഷ്ടമുടിയിൽ തന്നെ പോകണം. അപ്പോൾ ഇനിയും അടിപൊളി യാത്രാ കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.